നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇന്ന് കലാശക്കൊട്ട്. 3 ആഴ്ച നീണ്ടുനിന്ന പ്രചാരണ മാമാങ്കത്തിന്റെ ക്ലൈമാക്സാണ് ഇന്ന് വൈകുന്നേരം നടക്കുക. ജില്ലയിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളുടെയും പാർട്ടികളുടെയും കൊട്ടിക്കലാശത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി. കർശന സുരക്ഷാ ക്രമീകരണങ്ങളാണ് എല്ലാ കേന്ദ്രങ്ങളിലും ഒരുക്കിയിട്ടുള്ളത്. പ്രചരണത്തിന്റെ അവസാന നിമിഷങ്ങൾ ആവേശഭരിതമാക്കാൻ ഓരോ മണ്ഡലത്തിന്റെയും വിവിധ കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥികളും നേതാക്കളും അണികളും എത്തും. ദേശീയ നേതാക്കൾ അവസാന നിമിഷം വരെ കേരളത്തിൽ നടത്തിയ പടയോട്ടമായിരുന്നു ഇത്തവണത്തെ പ്രത്യേകത. നാളെ നിശബ്ദ പ്രചാരണത്തിന് ശേഷം മറ്റന്നാൾ കേരളം പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങും. വലിയ പ്രതീക്ഷയിലാണ് 3 മുന്നണികളും. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമില്ലെന്നും അതുകൊണ്ട് തന്നെ ഭരണ തുടർച്ച ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇടതുമുന്നണി. വികസനം വോട്ടാകുമെന്ന് LDF പ്രതീക്ഷിക്കുമ്പോൾ ശബരിമലയും ഭരണവിരുദ്ധ വികാരവും 10 ആണ്ടിന്റെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം തങ്ങളെ അധികാരത്തിലേക്ക് എത്തിക്കുമെന്നാണ് UDF പ്രതീക്ഷിക്കുന്നത്. ഇത്തവണ കേരള നിയമസഭയിൽ താമര വിരിയിക്കുമെന്ന് ഉറച്ച വിശ്വാസത്തിലും പ്രതീക്ഷയിലുമാണ് BJP കേന്ദ്രങ്ങൾ. കേരളം ഇക്കുറി മാറി ചിന്തിക്കുമെന്നും മാറ്റം വരുമെന്നും BJP നേതാക്കൾ പറയുന്നു. പരസ്യപ്രചാരണം ഇന്ന് വൈകിട്ട് 6 മണിക്ക് അവസാനിക്കും. പല മണ്ഡലങ്ങളിലും റോഡ് ഷോ ഉൾപ്പെടെ മുന്നണികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അവസാന മണിക്കൂറിലെ പ്രചാരണം കൊഴുപ്പിക്കാൻ സ്ഥാനാർത്ഥികളും പ്രവർത്തകരും അതിരാവിലെ മുതൽ സജീവമാണ്. ഇന്ന് വൈകിട്ട് 6-ന് പരസ്യപ്രചാരണത്തിന് കൊടിയിറങ്ങിക്കഴിഞ്ഞാൽ ബുധനാഴ്ച നിശബ്ദ പ്രചാരണമാണ്. നിശബ്ദ പ്രചാരണ സമയത്തെ ഉത്തരവ് ലംഘിക്കുന്നവർക്കു നേരെ കർശന നടപടി സ്വീകരിക്കും. വോട്ടിംഗ് യന്ത്രമടക്കമുള്ള തിരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ വിതരണം ബുധനാഴ്ച രാവിലെ 8 മുതൽ നിയോജക മണ്ഡലം തല കേന്ദ്രങ്ങളിൽ നടക്കും. വ്യാഴാഴ്ചയാണ് വോട്ടെടുപ്പ്. രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ്. LDF കൊടകര പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിന് പരിസരത്ത് നിന്നും ആരംഭിച്ച റാലി മേൽപ്പാലം ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം കേരള കോൺഗ്രസ് M സംസ്ഥാന ജനറൽ സെക്രട്ടറി അലക്സ് കോഴിമല ഉദ്ഘാടനം ചെയ്തു. CPM ഏരിയ കമ്മിറ്റി അംഗം KC ജെയിംസ് അധ്യക്ഷത വഹിച്ചു. PR പ്രസാദൻ, KO വർഗീസ്, ബേബി മാത്യു കാവുങ്കൽ, KD അപ്പച്ചൻ, അൻവർ സാദിഖ്, ഷാബവി രാജൻ, സ്വപ്ന സത്യൻ, KC ജെയിംസ്, ജോഫി തുടങ്ങിയവർ പ്രസംഗിച്ചു. വിദ്യാഭ്യാസ മേഖലകളിൽ പരാജയത്തിന്റെ പേരിൽ ലാഭകരമല്ല എന്ന് പറഞ്ഞുകൊണ്ട് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ മുഴുവനും അടച്ചുപൂട്ടുന്ന സ്ഥിതിവിശേഷമുണ്ടായി. ദേശീയപാതയിലെ ആമ്പല്ലൂരിൽ സർവീസ് റോഡിലെ കോൺക്രീറ്റ് സ്ലാബ് വീണ്ടും തകർന്നത് അപകട ഭീഷണിയായി. ചാലക്കുടിയിലേക്കുള്ള ഭാഗത്താണ് അപകട ഭീഷണി നിലനിൽക്കുന്നത്. ഇതിനു മുൻപ് തകർന്ന സ്ലാബുകൾ അറ്റകുറ്റപ്പണി നടത്തി പുതുക്കിയ അതേ സ്ഥലത്താണ് വീണ്ടും തകർച്ച സംഭവിച്ചിരിക്കുന്നത്. വീണ്ടും സ്ലാബ് തകർന്നതോടെ സ്ഥിരതയുള്ള പരിഹാരം ലഭിച്ചില്ലെന്ന ആശങ്ക നാട്ടുകാർ പ്രകടിപ്പിക്കുന്നു. സർവീസ് റോഡിലൂടെ ദിവസേന നിരവധി വാഹനങ്ങളാണ് കടന്നു പോകുന്നത്. എന്നാൽ തകർന്ന കോൺക്രീറ്റ് സ്ലാബ് കാരണം റോഡിന്റെ ഭാഗം അപകടാവസ്ഥയിലായിട്ടുണ്ട്. പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിൽ വെളിച്ചക്കുറവ് മൂലം ഈ തകർച്ച ശ്രദ്ധയിൽപ്പെടാതെ പോകുന്നതിനാൽ അപകട സാധ്യത ഏറെ കൂടുതലാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. അപകട ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അധികൃതർ അടിയന്തരമായി സ്ഥലത്തെത്തി സ്ഥിരപരിഹാരം കാണണമെന്നും ആവശ്യമുയരുന്നുണ്ട്. തകർന്ന ഭാഗം താൽക്കാലികമായി അടച്ചിടുകയോ മുന്നറിയിപ്പ് ബോർഡുകളും ലൈറ്റുകളും സ്ഥാപിക്കുകയോ ചെയ്യേണ്ടതുണ്ടെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. സ്ഥിരപരിഹാരമില്ലാതെ ഇത്തരം തകരാറുകൾ ആവർത്തിക്കുന്നത് വലിയ അപകടങ്ങൾക്ക് വഴിവെക്കുമെന്ന മുന്നറിയിപ്പുണ്ട്. വധശ്രമക്കേസിൽ ഒളിവിലായിരുന്ന പ്രതിയെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നും പിടികൂടി. വധശ്രമക്കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന കയ്പമംഗലം ചന്ദ്രാപ്പിന്നി കണ്ണമ്പുള്ളി വീട്ടിൽ മുരുകൻ എന്ന് വിളിക്കുന്ന വിപിനെയാണ് ലുക്കൌട്ട് സർക്കുലർ പ്രകാരം നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. 2021 കേസിനാസ്പദമായ സംഭവം. എടത്തിരുത്തി കുട്ടാലപ്പറമ്പ് പ്രദേശത്ത് കോറോട്ട് വീട്ടിൽ സുവിലാലിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ കോടതിയിൽ ജാമ്യമെടുത്ത ശേഷം വിചാരണ നടപടികളിൽ സഹകരിക്കാതെ ഒളിവിൽ പോവുകയും പിന്നീട് വിദേശത്തേക്ക് കടക്കുകയും ചെയ്തിരുന്നു. പ്രതിയെ പിടികൂടാൻ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ചിരുന്നു. പ്രതി ദുബായിൽ നിന്നും നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ എമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ പ്രതിയെ തടഞ്ഞുവെച്ച് വിവരം തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘം നെടുമ്പാശ്ശേരിയിലെത്തി പ്രതിയെ അറസ്റ്റ് ചെയ്ത് കയ്പമംഗലം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു.
തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ SHO KT ബിജിത്ത്, GSI ജോഷർ, സിവിൽ പോലീസ് ഓഫീസർ ഷൈജു എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. എച്ചിപ്പാറയിൽ കാട്ടാനപ്പേടി ഒഴിയുന്നില്ല. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം കോഫി ഷോപ്പ് അടിച്ചു തകർത്തു. 2 ആഴ്ചയായി പ്രദേശത്ത് തമ്പടിച്ചിരിക്കുന്ന ആനക്കൂട്ടം പകൽ സമയത്തും പുറത്തിറങ്ങുന്നത് നാട്ടുകാരെ ഭീതിയിലാഴ്ത്തുകയാണ്. എച്ചിപ്പാറ ചെക്ക് പോസ്റ്റിന് സമീപം പ്രവർത്തിക്കുന്ന കഫറ്റീരിയ എന്ന കോഫി ഷോപ്പിന് നേരെയാണ് കഴിഞ്ഞ ദിവസം രാത്രി കാട്ടാനയുടെ ആക്രമണമുണ്ടായത്. എച്ചിപ്പാറ സ്വദേശി ഷമീറിന്റെ ഉടമസ്ഥതയിലുള്ള കടയുടെ ഒരു ഭാഗം ആന പൂർണ്ണമായും തകർത്തു. ചൊവ്വാഴ്ച രാവിലെ കട തുറക്കാൻ എത്തിയപ്പോഴാണ് ആക്രമണ വിവരം പുറം ലോകമറിയുന്നത്. കഴിഞ്ഞ മാസവും ഇതേ കടയ്ക്ക് നേരെ ആനയുടെ ആക്രമണമുണ്ടായിരുന്നു. ഏകദേശം 2 ആഴ്ചയായി ഈ പ്രദേശത്ത് കാട്ടാനക്കൂട്ടം നിലയുറപ്പിച്ചിരിക്കുകയാണ്. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ആനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് ജനജീവിതത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. പാലപ്പിള്ളി, എച്ചിപ്പാറ മേഖലകളിൽ കാട്ടാന ശല്യം രൂക്ഷമായിട്ടും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഫലപ്രദമായ നടപടികൾ ഉണ്ടാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ അധികൃതർ ഉടൻ ഇടപെടണമെന്ന ആവശ്യത്തിലാണ് എച്ചിപ്പാറ നിവാസികൾ. കാട്ടാന ശല്യം പതിവായതോടെ എച്ചിപ്പാറയിൽ രാത്രിയാത്ര ദുസ്സഹമായിരിക്കുകയാണ്. വനംവകുപ്പ് അടിയന്തരമായി ആനകളെ കാട്ടിലേക്ക് തുരത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പുതുക്കാട് ഊരകം റോഡിൽ കൊടകര ബ്ലോക്ക് ഓഫീസിന് എതിർവശത്തായാണ് ആലപ്പാട്ട് ഐ കെയർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. അത്യാധുനിക നേത്ര ചികിത്സാ സംവിധാനങ്ങൾ ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സംരംഭം. കൊടകര ശാന്തി ഹോസ്പിറ്റലിൽ 16 വർഷം സേവനമനുഷ്ഠിച്ചിരുന്ന പ്രമുഖ കൺസൾട്ടന്റ് ഓഫ്താൽമോളജിസ്റ്റും ഫാക്കോ സർജനുമായ ഡോക്ടർ ജോൺ എ ആലപ്പാട്ടിന്റെ നേതൃത്വത്തിലാണ് പരിശോധനകൾ നടക്കുന്നത്. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ ഫാദർ ഡേവിസ് ചിറയത്ത്, പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ബാബു തുടങ്ങിയ പ്രമുഖർ സാന്നിധ്യമറിയിച്ചു. കാഴ്ചയിലെ പോരായ്മകൾ പരിഹരിക്കുന്നതിനോടൊപ്പം സങ്കീർണമായ നേത്രരോഗങ്ങൾക്കും ഇവിടെ പരിഹാരമുണ്ട്. പ്രമേഹ രോഗികളിൽ കണ്ടുവരുന്ന കാഴ്ച വൈകല്യങ്ങൾ നേരത്തെ തിരിച്ചറിയാനും ചികിത്സിക്കാനുമായി സജ്ജമാക്കിയ ഡയബറ്റിക് റെറ്റിനോപ്പതി ക്ലിനിക്, ഗ്ലോക്കോമ ക്ലിനിക് എന്നിവയും ഇവിടെ പ്രവർത്തിക്കുന്നു. കൃത്യമായ പരിശോധനകളിലൂടെ അന്ധതയിലേക്ക് നയിക്കാവുന്ന ഇത്തരം രോഗങ്ങളെ തുടക്കത്തിലെ തടയാൻ മികച്ച സംവിധാനങ്ങളാണ് ക്ലിനിക്കിൽ ഒരുക്കിയിട്ടുള്ളത്. ചികിത്സയ്ക്ക് പുറമെ കാഴ്ചയ്ക്ക് വ്യക്തതയും സ്റ്റൈലും നൽകുന്നതിനായി ലോകോത്തര ബ്രാൻഡുകളുടെ കണ്ണടകൾ ലഭ്യമാകുന്ന വിപുലമായ ഒപ്റ്റിക്കൽ വിഭാഗവും ആലപ്പാട്ട് ഐ കെയറിൽ സജ്ജമാണ്. വിവിധ തരം ലെൻസുകളും വൈവിധ്യമാർന്ന ഫ്രെയിമുകളും രോഗികൾക്ക് ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കാം. കൂടാതെ ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കേഷൻ ചെയ്തു കൊടുക്കുന്നു. ആലപ്പാട്ട് ഐ കെയറിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഏപ്രിൽ 11 വരെ ഡോക്ടർ കൺസൾട്ടേഷൻ പൂർണ്ണമായും സൗജന്യമായിരിക്കും. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് പരിശോധനാ സമയം. പ്രിയപ്പെട്ടവരെ, പുതുക്കാട് റെയിൽവേ ഗേറ്റ് റോഡിൽ ആലപ്പാട്ട് ഐ കെയർ എന്ന ഒരു ക്ലിനിക്ക് ഇന്ന് ഞാനിവിടെ അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുകയാണ്. ഇവിടെ പൊതുവിൽ എല്ലാവർക്കും നിരവധിയായ അസുഖങ്ങൾ വന്നുകൂടുന്ന ഒരു കാലമാണ് ഇപ്പോൾ. കണ്ണിൻ്റെയും അസുഖങ്ങൾ വർദ്ധിച്ചു വരുന്നുണ്ട്. അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യം ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ
ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളുടെ പ്രാധാന്യം വർദ്ധിക്കുന്നുണ്ട്. നമ്മുടെ സുഹൃത്തുക്കൾ ഇവിടെ ജോണും നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ജോണും ഹണിയും ഡോക്ടർമാർ അവരുടെ നേതൃത്വത്തിലാണ് ഇവിടെ ഇങ്ങനെ ഒരു സ്ഥാപനം ആരംഭിച്ചിരിക്കുന്നത്. ഇവിടെ ഒരുപാട് പേര് വന്നു ചേർന്നിട്ടുണ്ട്. മികച്ച സേവനം ജനങ്ങൾക്ക് ലഭ്യമാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതോടൊപ്പം വിജയകരമായി ഈ സ്ഥാപനം മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ചെറിയ സംരംഭം നമ്മളിവിടെ പുതുക്കാട് 6-ാം തീയതി തുടങ്ങുകയാണ്. ഏപ്രിൽ 6-ാം തീയതി തുടങ്ങുകയാണ്. ഇന്ന് തുടങ്ങുകയാണ് MLAയുടെ സാന്നിധ്യത്തിൽ. അപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട MLA വന്ന് നമ്മുടെ ഈ ഫംഗ്ഷന് പങ്കെടുത്തതിന് ഒരുപാട് നന്ദിയുണ്ട്. പിന്നീട് നമ്മളിവിടെ ഈ കാലഘട്ടത്തിൽ ഒരുപാട് ആശുപത്രികളെല്ലാം കോർപ്പറേറ്റ് മേഖലയിലാണ്. അപ്പോൾ അവരെല്ലാവരും ഒരുപാട് എല്ലാവർക്കും അറിയാമായിരിക്കും, ഒരുപാട് ചാർജ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. അതിൻ്റെ ഒരു സാഹചര്യത്തിൽ നമ്മളുടെ ഈ സ്ഥാപനം സാധാരണ ആൾക്കാർക്ക് ഒരു സ്വാന്തനമാകാൻ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൻ്റെ പൂർണ്ണമായിട്ടും നിങ്ങൾ സഹകരിക്കുമെന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ആനപ്പാട്ട് ഐ കെയർ, കൊടകര ബ്ലോക്ക് ഓഫീസിന് എതിർവശം, ഊരകം റോഡ്, പുതുക്കാട്. ഫോൺ 7907283357. അത്യാധുനിക സജ്ജീകരണങ്ങളോടെ നേത്രരോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുന്ന കൊടകരയിലെ നേത്രജ്യോതി ഐ ഹോസ്പിറ്റലിന്റെ മെഡിക്കൽ ഡയറക്ടറായി പ്രമുഖ കാറ്ററാക്ട് സർജൻ ജി വിദ്യാശങ്കർ ചാർജ് എടുത്തു. ശരീരത്തിലെ ഏറ്റവും സജീവമായ അവയവങ്ങളിലൊന്നാണ് കണ്ണുകൾ. ദിവസം മുഴുവൻ പ്രവർത്തിക്കുകയും ഉറക്കത്തിൽ പോലും ചലിക്കുകയും ചെയ്യുന്ന കണ്ണുകളുടെ ആരോഗ്യ സംരക്ഷണം അതിപ്രധാനമാണ്. സ്മാർട്ട് ഫോണുകൾ, ടാബ്ലറ്റുകൾ, ലാപ്ടോപ്പുകൾ തുടങ്ങിയവയുടെ വരവോടെ ജോലിസ്ഥലത്തും വീട്ടിലും സ്ക്രീൻ ടൈം കൂടിയതോടെ കണ്ണിന് സമ്മർദ്ദം വർദ്ധിച്ചു. 40 വയസ്സാകുമ്പോഴേക്കും വെള്ളെഴുത്ത് വരാം. പിന്നീട് അങ്ങോട്ട് പലതരം നേത്രപ്രശ്നങ്ങൾക്ക് സാധ്യത വർദ്ധിക്കുന്നു. അതുകൊണ്ട് 40 വയസ്സ് മുതൽ എല്ലാ 2 വർഷം കൂടുന്തോറും കണ്ണുകൾ പരിശോധിക്കണം. കണ്ണിന്റെ സ്വാഭാവിക ലെൻസിൽ മങ്ങൽ സംഭവിക്കുകയോ കാഴ്ച മങ്ങുകയോ രാത്രിയിൽ കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് തിമിരം. ഇത് സാവധാനത്തിലും വേദനയില്ലാതെയും പുരോഗമിക്കുമ്പോൾ അന്ധതയ്ക്ക് ഒരു പ്രധാന കാരണമാണ്. കണ്ണിലെ പ്രഷർ വർദ്ധിക്കുന്ന ഗ്ലോക്കോമ, തിമിരം പോലുള്ള നേത്രപ്രശ്നങ്ങളെ തുടക്കത്തിൽ തന്നെ കണ്ടെത്താൻ പതിവ് പരിശോധനകൾ സഹായിക്കുമെന്ന് ഡോക്ടർ ജി വിദ്യാശങ്കർ പറഞ്ഞു. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ നാട്ടിൽ അന്ധതയ്ക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം തിമിരമാണെന്നുള്ളത്. എന്താണ് തിമിരം? തിമിരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെൻസിൻ്റെ സുതാര്യത നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ് നമ്മൾ തിമിരമെന്ന് വിശേഷിപ്പിക്കുന്നത്. എന്താണ് തിമിരത്തിനുള്ള കാരണങ്ങൾ? തിമിരത്തിൻ്റെ കാരണങ്ങൾ പലതാണ്. ഏറ്റവും പ്രധാനം വാർദ്ധക്യം, പിന്നെ കണ്ണിലേൽക്കുന്ന ചില ക്ഷതങ്ങൾ, പിന്നെ കണ്ണിലുണ്ടാകുന്ന ചില നീർക്കെട്ടുകൾ. അതുകൂടാതെ പിന്നെ സ്റ്റിറോയിഡ് പോലുള്ള ചില മരുന്നുകൾ ദീർഘകാലം ഉപയോഗിക്കുമ്പോഴും തിമിരമുണ്ടാകും. എന്താണ് തിമിരത്തിൻ്റെ ലക്ഷണങ്ങൾ? ദൂരക്കാഴ്ചയ്ക്ക് മങ്ങലുണ്ടാകുക, പുകമറയത്ത് നോക്കുന്ന പോലത്തെ ഒരു കാഴ്ച, ആരംഭഘട്ടങ്ങളിൽ അടുത്തുള്ള കാഴ്ച കുറച്ച് തെളിവുള്ളതുപോലെ തോന്നാം, പക്ഷേ തിമിരം പുരോഗമിക്കുമ്പോൾ അതും നമുക്ക് നഷ്ടപ്പെടും. പിന്നെ എതിർവശത്തുനിന്നും ലൈറ്റ് അടിക്കുമ്പോൾ നമുക്ക് കണ്ണിൽ ഗ്ലെയർ അടിക്കുന്ന പോലത്തെ ഒരവസ്ഥ. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. എന്താണ് തിമിരത്തിന് പരിഹാരം? തിമിരത്തിന് പരിഹാരം സർജറി തന്നെയാണ്. ആരംഭഘട്ടങ്ങളിൽ കുറച്ച് നാൾ നമുക്ക് കണ്ണാട വെച്ചിട്ട് അത് പിടിച്ചു നിർത്താൻ പറ്റും. പക്ഷേ തിമിരത്തിൻ്റെ യഥാർത്ഥ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സർജറി തന്നെയാണ്. കീഹോൾ സർജറിയാണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത്. കൊടകര നേത്രജ്യോതി കണ്ണാശുപത്രിയിൽ
നേത്രസംബന്ധമായ എല്ലാ രോഗങ്ങൾക്കുമുള്ള ചികിത്സ ഇവിടെ ലഭ്യമാണ്. കാറ്ററാക്ട്, ഗ്ലോക്കോമ, ഡയബറ്റിക് റെറ്റിനോപ്പതി, മറ്റ് നേത്രരോഗങ്ങൾക്കും അതുപോലെ തന്നെ ഇവിടെ കണ്ണാടകളും കോണ്ടാക്ട് ലെൻസും എല്ലാം ലഭ്യമാണ്. ഡോക്ടർ ജി വിദ്യാശങ്കറിന്റെ നേതൃത്വത്തിൽ തിമിരം, ഗ്ലോക്കോമ, കോർണിയ, ഡയബറ്റിക് റെറ്റിനോപ്പതി, പീഡിയാട്രിക് വിഭാഗങ്ങളിലായി TS ശ്രീദേവി, അമിത നായർ, അർച്ചന പുഷ്പാകരൻ, അനലിൻ ഡെനിൽ എന്നീ ഡോക്ടർമാരുടെ സംഘം തികഞ്ഞ അർപ്പണബോധത്തോടെ മികവുറ്റ ചികിത്സ ഇവിടെയെത്തുന്ന രോഗികൾക്ക് ലഭ്യമാക്കുന്നു. നേത്ര ശസ്ത്രക്രിയകൾ, ഫാർമസി, ഒപ്റ്റിക്കൽസ് സൗകര്യങ്ങളോടെ ചെറുതും വലുതുമായ നേത്രസംബന്ധ രോഗങ്ങൾക്ക് കുറഞ്ഞ ചെലവിൽ വിദഗ്ധ ചികിത്സ ഏവർക്കും ലഭ്യമാക്കുകയാണ് കൊടകരയിലെ നേത്രജ്യോതി ഐ ഹോസ്പിറ്റലിന്റെ ലക്ഷ്യം. കൂടുതൽ വിവരങ്ങൾക്ക് 9656433999. തൊട്ടിപ്പാൾ സെന്റ് മേരീസ് പള്ളിയിൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ സെബാസ്റ്റ്യാനസിന്റെയും വിശുദ്ധ തോമസ് ലീഹായുടെയും സംയുക്ത തിരുനാളിന് കൊടിയേറി. കൊടിയേറ്റം മോൺസിഞ്ഞോർ ആൻഡു ആലപ്പാടൻ നിർവഹിച്ചു. ഈ മാസം 11, 12 തീയതികളിലാണ് തിരുനാൾ ആഘോഷം. 19-ന് 8ാം ഇടവും നടത്തും. കോടാലി KCCP ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിലുള്ള വേനൽത്തുമ്പി അവധികാല ബാലവേദി ക്യാമ്പിന്റെ ഭാഗമായി കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു. മറ്റത്തൂർ ഗ്രന്ഥശാല നേതൃസമിതി കൺവീനർ ഹക്കീം കളിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് കവിത ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ VM ഹംസ ക്ലാസ് നയിച്ചു. ബാലവേദി പ്രോഗ്രാം കോർഡിനേറ്റർ PA രവി, ബാലവേദി പ്രസിഡന്റ് അമർനാഥ് ഷാജൻ, ലൈബ്രറിയൻ രാധാ വിജയൻ എന്നിവർ പ്രസംഗിച്ചു. കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 13,735 രൂപയും പവന് 1,09,880 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.